250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ഓട്ടോമാറ്റിക്കായി TOD ടൈം ഓഫ് ഡേ മീറ്ററിംഗ് ബക്കറ്റിലേക്ക് വന്ന് വീഴുകയാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ട് സാറ് ഈ ഒരു മേഖലയിലാണ്, KCBയിൽ റിന്യൂവബിൾ എനർജി വിങ്ങിലാണ്. ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ഇന്ത്യൻ നിർമ്മിതമായ സെല്ല് ഉപയോഗിച്ചുണ്ടാക്കിയ പാനൽസ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ബാറ്ററി യൂണിറ്റ്സിന്റെ മാനുഫാക്ചറിംഗ് ശൃംഖല തുടങ്ങണം കേരളത്തിൽ. സോളാർ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് സാറിന് എന്തെങ്കിലും സജഷൻ, പുതിയതായിട്ട് സോളാർ വെക്കുന്നവർക്ക് ഈസ് ഇറ്റ് ഗുഡ് ടൈം, ഇതാണോ ഏറ്റവും നല്ല സമയം ചെയ്യാനുള്ളത്? സാർ അതിനെക്കുറിച്ചൊരു ഒരു വാക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. KCRCയുടെ താരിഫ് ഓരോ വർഷവും ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്ന വരവ് ചെലവ് കണക്കുകൾ ARR ERC എന്നൊക്കെ പറയും. അതനുസരിച്ച് താരിഫ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ഓട്ടോമാറ്റിക്കായി TOD ടൈം ഓഫ് ഡേ മീറ്ററിംഗ് ബക്കറ്റിലേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിലുള്ള 6 രൂപ ചില്ലറ പൈസ എന്ന് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി പകൽ സമയത്ത് സോളാർ സമയത്ത് ഉപയോഗിച്ചാൽ അതിൻ്റെ 90% കൊടുത്താൽ മതി. പീക്ക് സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 125% കൊടുക്കണം. ഓഫ് പീക്ക് ടൈമിൽ 10 PM മുതൽ 6 AM വരെ യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ പ്രൈസ് കൊടുക്കണം 100%. അപ്പോൾ ഇപ്പോൾ തിരിച്ചാണ്. നോർമൽ ടൈം എന്ന് പറയുന്നത് ഓഫ് പീക്ക് ടൈമാണ്, പാതിരാത്രി. പീക്ക് ടൈം 125% കൊടുക്കുകയും വേണം. സോളാർ വെച്ച ഒരു കൺസ്യൂമർ ഒരു 3 കിലോവാട്ട് ആണ് വെക്കുന്നത് എന്ന് സങ്കല്പിക്കുക. 1 കിലോവാട്ടിൽ നിന്നും ശരാശരി 4 യൂണിറ്റ് വൈദ്യുതി, 5 യൂണിറ്റ് വൈദ്യുതിയൊക്കെ ഇപ്പോൾ വെക്കുന്ന എല്ലാ പ്ലാന്റുകളിൽ നിന്നും ശരാശരി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 യൂണിറ്റ് വൈദ്യുതി കിട്ടുന്നു എങ്കിൽ ഒരു ദിവസം 3 കിലോവാട്ട് പ്ലാന്റിൽ നിന്നും 12 യൂണിറ്റും ഒരു മാസം 360 യൂണിറ്റ് വൈദ്യുതി അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ 251 യൂണിറ്റ് എന്ന സോളാർ വയ്ക്കാത്ത ഒരു കൺസ്യൂമർ TOD താരിഫിലേക്ക് പോകുമ്പോൾ 3 കിലോവാട്ട് വെച്ച ഒരു കൺസ്യൂമർ TOD താരിഫിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നു TOD. അപ്പോൾ 360 യൂണിറ്റ് അധികം 250 യൂണിറ്റും കൂടെ ആയെങ്കിൽ മാത്രമേ 3 കിലോവാട്ട് വെക്കുന്ന ഒരു കൺസ്യൂമർ TOD താരിഫിലേക്ക് വരികയുള്ളൂ. അപ്പോൾ 5 കിലോവാട്ട് പ്ലാന്റ് വെച്ചാലോ ഒരു ദിവസം 20 യൂണിറ്റ്, ഒരു ദിവസം 600 യൂണിറ്റ് പ്ലസ് 200 കൂടെ ആകുമ്പോൾ 850 യൂണിറ്റിന് മുകളിൽ ഒരു മാസം കൺസ്യൂം ചെയ്യണം. ബൈ മന്ത്ലി കൺസംഷൻ 1700 യൂണിറ്റിന് മുകളിലാകണം. ഇവിടുത്തെ സാധാരണ രീതിയിൽ 2 AC വെക്കുന്ന ഒരു കൺസ്യൂമർ പോലും ഈ കൺസംഷൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി എന്തുമാത്രം ലാഭം വരും എന്നുള്ളത്. KCB എന്ന പ്രസ്ഥാനം നിലനിൽക്കാൻ സോളാർ പകൽ സമയത്ത് ആവശ്യമുള്ളത് കിട്ടുന്നു എങ്കിലും രാത്രി സമയങ്ങളിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റോറേജിലേക്ക് ഊന്നൽ നൽകി നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയും വലിയ പൈസ വൈദ്യുതി ബോർഡിൻ്റെ 80% റവന്യൂവും പവർ പർച്ചേസിലേക്കാണ് നമ്മൾ മാറുന്നത്. അത് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ താരിഫും ഈ TOD ബില്ലിങ്ങും ഒക്കെയും കുറച്ച് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഈ പകൽ സമയത്ത് ഉള്ള വൈദ്യുതി അത് എത്ര ബെറ്ററായി യൂസ് ചെയ്ത് രാത്രി ഉപയോഗിക്കാം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ താരിഫ് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ പറയുന്ന ആ സ്റ്റോറേജ് സംവിധാനം നമ്മൾ തന്നെ ഏറ്റെടുത്ത് ബാറ്ററി കോസ്റ്റ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ആകും. ഇവിടെ ഞാൻ കാണുന്നത് ബാറ്ററി യൂണിറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് ശൃംഖല തുടങ്ങണം കേരളത്തിൽ. ഇവിടെ അസംബ്ലിംഗ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാത്തിനും കേരളത്തിന് വ്യാവസായികമായി
ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്ററി എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ ബാറ്ററി സിസ്റ്റം മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു റെഗുലേഷൻ, അതിനു വേണ്ടിയുള്ള ഒരു ഫ്രീ വാക്കപ്പ് ഓൺ സർക്കാർ ഇതര ഏജൻസികളും നൽകി ബാറ്ററി ഇവിടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് നമ്മളുടെ പരിധിക്കുള്ളിൽ നിർത്താൻ കഴിയും. പാനൽസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഈ 1-ാം തീയതി കഴിഞ്ഞാൽ DCR മാൻഡേറ്റ്, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്, ഇന്ത്യൻ നിർമ്മിതമായ സെല്ല് ഉപയോഗിച്ചുണ്ടാക്കിയ പാനൽസ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധാരണയരുത്. ഏതെങ്കിലും രീതിയിൽ ഇവിടെ പ്രൊക്യൂർ ചെയ്തിട്ടുള്ള പാനൽസ് വേ ബില്ല്, GST ബില്ല്, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജിയോ ടാഗ്ഡ് ഫോട്ടോസ്, അല്ലെങ്കിൽ DC മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു അപ്രൂവൽ ലെറ്റർ, ഇതൊക്കെ കൊണ്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. എന്നാൽ പുതുതായി നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പരമാവധി ഇമ്പോർട്ട് കുറയ്ക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക. അതിന് ഇൻവെർട്ടേഴ്സ് ഉൾപ്പെടെ ഇന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഇൻവെർട്ടേഴ്സും ചൈനയിൽ നിന്നും മറ്റ് കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. 99%. ഇവിടെ ഇൻവെർട്ടർ യൂണിറ്റ്സ് സ്ഥാപിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ പാനൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനുള്ള പെർമിഷൻ കൊടുക്കണം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂവേഷനായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വയ്ക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ ഇൻ്റർലോക്ക് ഇവിടെ ബാറ്ററിയുടെ കോസ്റ്റാണ്, ലിഥിയം അയോൺ ബാറ്ററിയുടെ കോസ്റ്റാണ്. ആ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ബാറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇവിടെ തുടങ്ങുക എന്നുള്ളതാണ്. ഓൾറെഡി ഇവിടെ ചില കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിരവധി കമ്പനികൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അതിനുള്ള അപ്രൂവൽസും റെഗുലേറ്ററി സപ്പോർട്ടും എല്ലാം നൽകി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ എനർജി സ്റ്റോർ ചെയ്ത് 100% സെൽഫ് സഫിഷ്യൻ്റായി ഇവിടെ ഉപയോഗിക്കുകയും മറ്റ് കുറവ് വരുന്ന എല്ലാ എനർജിയും യൂട്ടിലിറ്റി സ്കെയിൽ സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്ന് വൈദ്യുതി ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഇനിഷ്യേറ്റീവിൽ നിന്ന് എടുക്കുകയും ഇനിയും ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി ബസ്, സി ബസ്, ഓരോ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലും കൺസ്യൂമേഴ്സിൻ്റെ സോളാർ എടുത്ത് ഹൈബ്രിഡും ബാറ്ററിയും സ്റ്റോർ ചെയ്ത് തിരിച്ച് വൈദ്യുതി നമുക്ക് ഒതുങ്ങുന്ന ഒരു റേറ്റിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ സപ്പോർട്ട് കൂടി കൺസ്യൂമേഴ്സിന് നൽകി കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ ക്രൈസിസിന് ഒരു എന്ത് ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. സാറ് എങ്ങനെയാണ് ഇത്രയും നാളത്തെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ട് സാറ് ഈ ഒരു മേഖലയിലാണ്, KECBയിൽ റിന്യൂവബിൾ എനർജി വിങ്ങിലാണ്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ PM സൂര്യകർ എന്ന പ്രോഗ്രാമിൽ റൺ ചെയ്തു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് KECBയുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് സാറൊന്ന് ചെറുതായിട്ടൊന്ന് പങ്കുവെച്ചാൽ വളരെ സന്തോഷം. ആദ്യമായി സൗര പദ്ധതി ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. അധികം ആൾക്കാർ സോളാറിലേക്ക് വരാത്ത ഒരു കാലത്ത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ നിരവധി നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇതിൻ്റെ ഫേസ് മാറി. അതായത് ഇത് സ്ഥാപിച്ചാൽ പ്രയോജനമുള്ളതാണ്, അടുത്ത തലമുറയ്ക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയ ഒരു പ്രബുദ്ധരായ ഒരു ജനവിഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സൗര പദ്ധതിയിൽ വളരെ കുറച്ച് ഡെവലപ്പേഴ്സാണ് ഉണ്ടായിരുന്നത്, ഒരു 38 പേര് കൃത്യമായി പറഞ്ഞാൽ. അന്ന് സബ്സിഡി ജനങ്ങളുടെ പക്കലേക്കല്ല, മറിച്ച് ഡെവലപ്പേഴ്സിൻ്റെ പക്കലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് വഴിയാണ് നൽകിയിരുന്നത്. കോടിക്കണക്കിന് രൂപ ഡെവലപ്പേഴ്സിന് കിട്ടുകയും അതുപോലെ തന്നെ സബ്സിഡി കൺസ്യൂമേഴ്സിന് കിട്ടുകയും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഗ്രിഡിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ യൂട്ടിലിറ്റിയും ഡെവലപ്പേഴ്സും കൺസ്യൂമേഴ്സും ഒരുപോലെ ബെനിഫിറ്റഡായി എന്നുള്ളതാണ് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട ആ കാര്യമാണ്. അതാണ് സത്യത്തിൽ ഒരു പ്രചോദനം. അന്ന് വൈദ്യുതി ബോർഡും അതുപോലെ തന്നെ ഡെവലപ്പേഴ്സും കൺസ്യൂമേഴ്സും ഉണ്ടാക്കിയെടുത്ത ആ ബേസാണ് ഇന്ന് PM സൂര്യകറിൻ്റെ അടിത്തറ. സാറ് ഇത്രയും നാളത്തെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുകളിലായിട്ട് സാറ് റെനർജി അല്ലെങ്കിൽ
എനിക്ക് പേഴ്സണലി അറിയാം. അതുകൂടാതെ റെനർജി, ആസ് എ റെനർജി മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ആൻഡ് മാനേജിങ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാറിന് റെനർജിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ സന്തോഷം. റെനർജി എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ സൗര ഫേസ് 2 സബ്സിഡി പ്രോഗ്രാം മുതൽ KSEBക്കൊപ്പം നടക്കുന്ന ഒരു കമ്പനിയാണ്. അന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ പുള്ളും കൺസ്യൂമേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും കാരണം 10 ഗ്രേഡിങ്ങിൽക്കുള്ള PM സൂര്യഗർ പദ്ധതിയിൽ റെനർജിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ അതിനെ കാണേണ്ടത്, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്ലാന്റ്, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം 30 വർഷത്തിൽ നമ്മൾ നിക്ഷിപ്തമാണ്. ഇന്ന് വെച്ചിട്ട് അടുത്ത വർഷം കളഞ്ഞിട്ട് പോകുന്ന ഒരു സിസ്റ്റമല്ല ഇവിടെ. മറ്റേതൊരു ബിസിനസ്സും കേവലം 5 വർഷം കൊണ്ട് വാറണ്ടി കഴിഞ്ഞ് ആ എക്യുപ്മെൻറ്റ് ഒബ്സലേറ്റ് ആകുമ്പോൾ സോളാർ പാനലും സോളാർ സിസ്റ്റവും കേവലം 30 വർഷത്തെ 3 പതിറ്റാണ്ടിൻ്റെ കാലയളവിൽ സർവീസ് കൊടുക്കേണ്ട ഒരു സിസ്റ്റമാണ്. അപ്പോൾ 30 വർഷം കഴിഞ്ഞ് ആ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയുടെ കോള് പോലും അറ്റൻഡ് ചെയ്യാനുള്ളൊരു ബാധ്യത നിങ്ങൾക്കെല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരിടത്ത് സോളാർ പ്ലാന്റ് വെച്ച ഒരു EPC കമ്പനി, അവർക്ക് കിട്ടുന്ന ബിസിനസ് അവരുമായി റിലേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. അല്ലാതെ പുതുതായിട്ട് കിട്ടുന്ന ബിസിനസ്സിനേക്കാൾ കൂടുതൽ റെഫറൻസ് ഫ്രം ദെയർ ടോക്സ്, ഫ്രം ദ ലീഡ്സ് ഫ്രം ദം. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് ഇൻ ദ ഫീൽഡ്. അത് മറ്റുള്ളവരെ പോലെ തന്നെ അത് ചെയ്ത് കേരളത്തിൻ്റെ ഒരു RE സെനാരിയോയിൽ അല്ലെങ്കിൽ സോളാർ മാപ്പിൽ തീർച്ചയായും റെനർജിക്ക് കടന്നുകൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ഒരു ഫീഡ്ബാക്ക് ഉള്ള കമ്പനിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാറേ, സാറിൻ്റെ ഒരു വിലയേറിയ സമയം നമുക്കൊപ്പം അല്ലെങ്കിൽ റെനർജി ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്തു. നമ്മൾ പോഡ്കാസ്റ്റ് എന്നുള്ള ഡിവിഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയുമായിട്ട് താല്പര്യമുള്ള ഒരാൾക്കാർക്ക് റിന്യൂവബിൾ എനർജിയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, അതിൻ്റെ ടെക്നിക്കലാലിറ്റി ആയാലും അതിൻ്റെ വരുന്ന പോളിസികളെക്കുറിച്ചായാലും ആധികാരികമായിട്ട് സാറ് തന്ന ഇൻഫർമേഷനും വളരെ നന്ദി. അതുകൂടാതെ സാറിൻ്റെ സമയം സ്പെൻഡ് ചെയ്തതിന് ഞാൻ ഒന്നുകൂടി താങ്ക്സ് പറയുന്നു. താങ്ക് യു വെരി മച്ച്.